നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റ് വെച്ച് കഴിയുമ്പം KSEB നിങ്ങൾക്ക് പൈസ തരും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വീടാണെങ്കിൽ നിങ്ങൾ മെയ് ഫസ്റ്റ് വീക്കിൽ വരുന്ന ബില്ല് വരുമ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ ക്യാരി ഫോർവേഡിങ്ങിൻ്റെ ആ ഫെസിലിറ്റി കിട്ടില്ല. കാരണം നമ്മൾക്ക് വരുന്ന സോളാറിൻ്റെ എനർജി ഔട്ട്പുട്ട് എല്ലാ വർഷവും ഏപ്രിൽ തൊട്ടിട്ട് മാർച്ച് വരെയായിട്ട് ഗവൺമെൻറ് മാറ്റിയിട്ടുണ്ട്. KSEB ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്കൊരു സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ബാലൻസ് ഒരു 100 യൂണിറ്റ് ബാലൻസ് കിടക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ മാസവും നിങ്ങൾക്ക് ബാലൻസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ KSEB വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ മാർച്ച് മാസത്തിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 500 യൂണിറ്റ് ബാലൻസ് കിടക്കുന്നുണ്ടെങ്കിൽ ആ 500 യൂണിറ്റിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു തരികയാണ് ചെയ്യുക. KSEB പറയുന്ന റേറ്റ് പ്രകാരം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ തിരിച്ചു വരും. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഏപ്രിൽ മാസത്തിൽ ചൂട് ഉള്ളൊരു സമയമാണ്. നമ്മുടെ വാലറ്റിൽ എനർജി കിടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എനർജിയുടെ ബില്ല് വരും. അത് കണ്ട് ഞെട്ടരുത്. അതിൻ്റെ റീസൺ ഇതാണ്. നമ്മൾക്ക് ഇതേപോലൊരു ബില്ല് കിട്ടുന്നുണ്ടാവും. സോ ഈ ബില്ലിൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സോ നിലവിലെ ബാങ്കിങ് യൂണിറ്റ് എത്രയാണെന്നുണ്ട്. ആ യൂണിറ്റാണ് നമ്മളുടെ ക്യാരി ഫോർവേഡായിട്ട് നമുക്ക് കിടക്കുന്ന യൂണിറ്റ്. അതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, എക്സ്പോർട്ടും ഉണ്ടാവും. ഇമ്പോർട്ട് എന്താണ്, എക്സ്പോർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ ടൈമിൽ നമ്മൾ സോളാർ എനർജി ഉപയോഗിക്കുന്നുണ്ടാവും. രാത്രി കാലങ്ങളിൽ നമുക്ക് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഇല്ല. ആ സമയത്ത് നമ്മൾ KSEB നിന്നുള്ള പവർ എടുക്കുന്നുണ്ടാവും. അതാണ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ് നമ്മൾക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബില്ലിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, എക്സ്പോർട്ടാണ്. എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പകൽ സമയത്ത് നമുക്ക് ഉപയോഗം കുറവായിരിക്കും, പക്ഷേ നമ്മൾ സോളാർ എനർജി പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ആ എനർജി നമ്മൾ KSEB ലൈനിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. അതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബിൽഡിങ്ങിൽ വെച്ചിരിക്കുന്നത് ഇമ്പോർട്ടാണോ എക്സ്പോർട്ടാണോ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ബില്ലിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും കാണുമ്പോൾ ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് സോളാറിൻ്റെ ബില്ല് വന്നു കഴിയുമ്പം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണാവുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടെക്നിക്കൽ ടീം നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും.